പെണ്ണും സമ്മിശ്രമായിട്ടുള്ള ഭക്ഷണം. സൽക്കാർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഹറാമിന്റെ കൊടി പിടിച്ചൊരു സംഗതിയായി മാറിയിരിക്കുക. ഞാൻ ഇന്നും വേദനയോട് ആലോചിക്കുന്ന ഒരു സൽക്കാരുണ്ട്. പിന്നെയാണ് ഞാനത് അവസാനിപ്പിച്ച് പെട്ടുപോയതാ. പടച്ചോനെ, ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടിട്ടില്ല. പുരുഷന്മാര് ഞങ്ങൾ 4-5 ആൾക്കാർ കൂടി ഇരിക്കാണ്. 10 ആളെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 സഹോദരിമാര് വന്നിട്ട് ഒരു ഇരുത്തങ്ങോട്ടിരുന്നു. ദുനിയാവിൽ ഇതുവരെ മുഖാമുഖമായിട്ട് ഒരു ബന്ധം കണ്ടിട്ടില്ല. നാറ്റങ്ങൾക്ക് ഒരു നാണെങ്കിലും വേണ്ട തലകെട്ടിട്ടിരിക്കുന്ന ആൾക്കാരെ മുന്നിൽ വന്നിരിക്കുമ്പോ നമ്മൾ എണീച്ചു. കാരണം ഇതെന്തോ സാധനങ്ങളാണ്, ഇതെവിടുന്നോ അല്ല പ്രത്യേകം പഠിച്ചാണ് പരീക്ഷണത്തിന് വേണ്ടി. നമ്മൾ എണീച്ചു. മതി ഭക്ഷണം. ഉള്ളിൽ പോയി കുറച്ച് ഭക്ഷണം വെച്ചിട്ട് ആചാര്യോട് പറഞ്ഞു, ആചാര്യ ഒരു പ്രത്യേകം നിങ്ങൾക്ക് എത്തിയാലും കുഴപ്പമൊന്നുമില്ല, മാതിരി പരിപാടിക്ക് ഇനി വിളിക്കരുത്, അസ്സലാമു അലൈക്കും. എന്തെങ്കിലും ഒരു ഹയാവുണ്ട്. തിക്കിത്തിരക്കാണ്. സൽക്കാരത്തിന് ഞാനുണ്ട്, എനിക്ക് പോകണം. ദൂരില്ലെങ്കിലും കുഴപ്പമില്ല, അസറിലെങ്കിലും കുഴപ്പമില്ല, പോകണം, എനിക്ക് അവിടെ എത്തണം, എല്ലാവരുടെ ഇടയിലും ഞെളിയണം എന്നൊക്കെ കാണണമൊക്കെ. എന്നിട്ട് അങ്ങോട്ട് ഇരിക്കണം. കുടുംബക്കാരല്ലേ, അത് പ്രശ്നമൊന്നുമില്ല. ആണ് മുഷക്കരായിരുന്നോളി. ആരാണ് ഈ ഫത്വ? വലിയമാരും കുട്ടികളും ഉസ്താദുമാരും നാട്ടിലെ കുറച്ച് സാധുക്കളുണ്ട്. ഓല് വരുമ്പോ മാത്രം ഒരു മറ. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനൊക്കെ പോയി. പിന്നെ അനാചാരങ്ങൾ. ആ ഉസ്താദുമാരൊക്കെ വന്നു പോയല്ലേ, ഞാൻ വരണ്ട വെച്ചാൽ ഇഞ്ഞൊക്കെ പരന്നിരുന്നാളി. പറയുന്നവന്റെ കാതിനിട്ടടിച്ചിട്ടൊരു ബറുക്ക് വെള്ളം കൊടുക്കണവന് മേലാലൊരു പന്തലും നിർണയിക്കാനോ നിയന്ത്രിക്കാനോ അവൻ വരരുത്. ആത്മബോധമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, കല്യാണത്തിലേക്ക് ബാധമൂന്നുന്നവരോടും ഒരൊറ്റ ഹറാമിന്റെ ബന്ധവുമില്ലാത്ത കല്യാണം കഴിച്ചോ. അള്ള തരുന്ന മക്കള് സ്വാലിഹീങ്ങളാണ്. അവരെ കൊണ്ട് ദുനിയാവിൽ ആനന്ദിക്കാം, ആഖിറത്തിൽ സന്തോഷിക്കാം, ഖബറിൽ സന്തോഷത്തോടെ കിടക്കാം. അതല്ല മുഴുവൻ മുൻകറാത്തും മുഴുവൻ അനാചാരങ്ങൾക്കും വേണ്ടി പണമിറക്കിയിട്ട് അതിനു വേണ്ടിയുള്ള ആളുകളെയും വേഷം കെട്ടിയിട്ട് അതിനു വേണ്ടിയുള്ള ആളുകളെയും കോപ്പ് കൂട്ടിയിട്ട് നീ എവിടെ ഒരു മാമാങ്കം കഴിച്ചോ. നാട്ടുകാരെതിർത്തിട്ടും നീ നിന്നില്ല, ഉസ്താദുമാർ ഉപദേശിച്ചിട്ടും വഴങ്ങിയില്ല, കാരണന്മാര് പറഞ്ഞത് കേട്ടിട്ടും വഴങ്ങിയില്ല. പിന്നെ നിനക്ക് പിറക്കുന്ന മക്കളില്ലേ, അവർ അനാചാരത്തിന്റെ തലതൊട്ടപ്പന്മാരാകും, ബിദ്അത്തിന്റെ കൊടികുത്തുന്ന മക്കളാകും. കാരണം അവർ വളർന്നത്, അവർ ജനിച്ചത് ശുദ്ധമായ അന്തരീക്ഷത്തിലല്ല. അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹം. ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തെ വിമർശിക്കുന്ന ഒരു വിഷയം ഈ ആർഭാടങ്ങളെ പറ്റിയാണ്, ആഭാസങ്ങളെ പറ്റിയാണ്. കല്യാണത്തിന് വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നു, നിങ്ങൾ വിളിക്കാതിരിക്കുകയാണ് എനിക്ക് ഹൈറ്. ഞാൻ പെടുന്നത് നേരം എനിക്കൊരു പ്രശ്നമില്ല. വിളിച്ചില്ലാന്ന് ഒരു പരാതി ഞാൻ ദുന്യാവിലും പറയില്ല, ആഖിറത്തിലും പറയില്ല. സന്തോഷം. ഇവിടുന്ന് എത്രയും ദ്വാരം മുത്താലിമ്യങ്ങളെ കൂട്ടിയിട്ട് ഫാത്തി ഒരു നല്ലോണം ദ്വാരം ഉറപ്പിൻ തരണ്ട, ദ്വാരം എന്നാലും ഇതിന് സാക്ഷിയായിട്ട് ആ ഒരു കുടുക്കം കൊടുങ്ങാന് അതാകൂല. ഞാൻ അവരൊന്നും നമ്മളെ നടക്കല്ലാത്ത വന്നില്ലെങ്കിൽ പരാതിയില്ല, എന്താ വന്നില്ലെങ്കിൽ എന്താ, ഞാനും വന്നില്ലെങ്കിൽ എന്താ, ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താ, അനുസരിച്ച് നടത്തണം. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. വൽ മുൻകരി, വിരോധിക്കപ്പെട്ട വിഷയം. കല്യാണത്തിന് നമ്മളൊക്കെ പോയിരിക്കുക, നിക്കാഹിന് പോയിരിക്കുക. പുതിയാപ്പിള ഇങ്ങനെ കയ്യൊന്തിച്ചു ആമീന്ന് പറയാൻ. മൂപ്പരല്ല ആമീനോട് കൂടുതൽ ബന്ധപ്പെട്ടത്. മലക്കിറങ്ങാനൊരു ചാൻസും ഇല്ല. 2 കയ്യിലും യഥാർത്ഥ പേരും ഉണ്ട്, വിളിപ്പേരും ഉണ്ട്, കുറെ ആരോമാർക്കും ഉണ്ട്, കുറെ അമ്പിളി അമ്മാമയുണ്ട്, വേറെ കുറെ സിഗ്നലും ഉണ്ട്. 2 കയ്യിലും ഹറാമ് കബീറത്ത് വെച്ച് തേച്ച് വന്നിരിക്കുക. എന്നിട്ടായിരുന്നിട്ട് ബാറക്കല്ലാഹു ലക്കുമാ എന്ന് പറഞ്ഞ ആമീൻ പറഞ്ഞു കിട്ടോ. സ്വാലിഹീങ്ങൾ സംബന്ധിക്കേണ്ട സദസ്സാ നിക്കാഹിന്റെ സദസ്സ്. കുടിയന്മാർ സംബന്ധിക്കേണ്ട സദസ്സല്ല, നിസ്കരിക്കാത്തവൻ വരേണ്ട സദസ്സല്ല, ഫാസിഖീങ്ങൾ വരേണ്ട സദസ്സല്ല. അവിടെ ഹാജരാകേണ്ടത് ജമ്മും മിൻ അഹ്ലി സ്വലാഹി വൽ ഖൈർ. ഇമാമിങ്ങൾ പഠിപ്പിച്ചു, സാത്വികരായ നല്ലവരായ സ്വാലിഹീങ്ങൾ ഒരു സംഘമാണ് അവിടെ വരേണ്ടത്. ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരു മജ്ലിസാണത്. അതിന് പറ്റുന്ന പക്വതയിലും പാകതയിലുമാകണം നിക്കാഹ്. ഞാൻ ഇപ്പൊ അടുത്താണ് ഇതൊക്കെ അറിഞ്ഞ്. എന്നോട് കല്യാണത്തിന് പോയപ്പോ ഒരാൾ ചോദിച്ചു, നമുക്കിതൊന്നും അറിയില്ലല്ലോ കാര്യമൊന്നും, നമ്മളിത് രാവിലെ മുതലേ വൈകുന്നേരം വരെ അവിടെ പാട്ടാടാൻ കുത്തിരിക്കുന്നില്ലല്ലോ. ഭക്ഷണം കഴിച്ചപ്പോ ഉസ്താദേ സ്റ്റേജ് കണ്ടോന്ന് ചോദിച്ചു. ആ സ്റ്റേജ് ഇങ്ങനത്തെ ഒരു ഇത് കുറച്ചും താഴ്ന്ന ശരി. അത് നിക്കാഹിന് വെച്ചല്ലേ? നിക്കാഹിന് വെച്ചല്ലോ ഉസ്താദേ. അതെന്തിനാ? നിക്കാഹ് കഴിഞ്ഞ നേരത്തെ. ആ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെന്തിനാ? അത് വേറെ എന്തോ ഒരു പേരാണ്, എനിക്ക് പേര് കിട്ടുന്നത് നമ്മളെ. അതുകൊണ്ട് മാറ്റിയെടുക്കണം. വല്ലിഹ്സാൻ, ആത്മീയമായി ഉയരേണ്ടതുണ്ട്, പുരോഗതി ഉണ്ടാകേണ്ടതുണ്ട്. ഇഹ്സാനിന് അങ്ങനെയും ഒരു തഫ്സീറുണ്ട്. അള്ളാഹുവിലേക്ക് മനസ്സും ശരീരവും തിരിക്കേണ്ടതുണ്ട്.
നല്ലോണം ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആരാധനകളിൽ നല്ല ആത്മീയമായ ഭംഗി കൂട്ടേണ്ടതുണ്ട്. ആത്മീയമായ ഭംഗി ഉണ്ടാകാൻ എന്താ വേണ്ടത്? സുന്നത്തായ കാര്യങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച് ചെയ്യുകയും കറാഹത്തുകൾ കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കുകയും ചെയ്യണം. ചിലരുടേത് രൂപഭാവങ്ങളിലായിരിക്കും കുറവുള്ളത്, അവിടെ ശ്രദ്ധിക്കണം. ചിലരുടേത് ഷർത്തിൽ കുറവുണ്ടാകും, ഷർത്ത് പൂർത്തിയാക്കണം. ചിലരുടേത് സുന്നത്തുകളിൽ കുറവുണ്ടാകും, സുന്നത്ത് പൂർത്തിയാക്കണം. ഇതൊക്കെ നിർവഹിച്ചിട്ടുള്ളൊരു ഉളു ആണോ, ഒരു കുളിയാണോ, ഒരു അമലാണോ, അതിന് ആത്മീയമായി മികവ് കൂടുതലുണ്ട്. സഹോദരങ്ങളെ, ഉദാഹരണത്തിന് പറയട്ടെ, എന്നും കുളിക്കുന്നതിന്റെ മുമ്പ് മിസ്വാക്കൊക്കെ ചെയ്തിട്ടുള്ള പൂർണ്ണ ഉളു എടുത്തിട്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാറുള്ളത്. കുളിയുടെ മുമ്പ് അങ്ങനെ ഒരു ഉളു സുന്നത്തുണ്ട്. കാമിലായ നിലക്കുള്ള ഉളു ആണ് എടുക്കേണ്ടത്. മിസ്വാക്കൊക്കെ ചെയ്തിട്ടുള്ള കുളിയോടുകൂടി മിസ്വാക്ക് ചെയ്തിട്ട് ഉളു ഒക്കെ എടുത്തിട്ടുള്ള കുളിയും അല്ലാത്ത ലോക്കൽ കുളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉളുവിന്റെ 2 ദിക്ർ, അവയവങ്ങൾക്കടക്കം ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ചെല്ലുന്നവർ കുറച്ചുകൂടി കേമന്മാരായി ഇരിക്കട്ടെ. അവലിലും ആഖിറിലുമുള്ള ദിക്ർ ചൊല്ലിയിട്ട് എടുക്കുന്ന ഉളുവും അല്ലാതെ എടുക്കുന്ന ഉളുവും ഇഹ്സാനിൽ, ആത്മീയതയിൽ മാറ്റമുണ്ടോ? ഉണ്ട്. വാങ്കും ഇഖാമത്തും കൊടുത്തിട്ട് ആ വാങ്കിന്റെയും ഇഖാമത്തിന്റെയും ജവാബായിട്ടുള്ള ദുആഉം നടത്തിയിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്നതും അല്ലാത്ത നിസ്കാരവും മാറ്റണ്ടോ? മാറ്റണ്ട്. കൈഫിയത്തിന്, രൂപത്തിൽ ഇങ്ങനെ ഒരുപാട് ചേഞ്ചുകളുണ്ട്. ആ രൂപങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടൊരു ആത്മീയമായ മാനമുണ്ടാക്കിയെടുക്കണം. വല്ലിഹിസാൻ, അമലുകൾ നന്നാക്കിയെടുക്കണം. ചെയ്യുന്ന കർമ്മങ്ങളൊന്നും വിഫലമായി പോകരുത്. ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളാകണമെന്ന് തികഞ്ഞ ബോധം വേണം. അതിന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി, അവിടുത്തെ നിസ്കാരത്തിന്റെ ബോധ്യത്തെപ്പറ്റി ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾക്കിടയിൽ വന്ന് തങ്ങൾ സംസാരിക്കുന്നുണ്ടാകും. ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കും. മറ്റേ പറയുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ വരും, കൂട്ടം കൂട്ടമായി സംസാരിക്കും. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ ളുഹ്ർ വാങ്ങ് മുഴങ്ങിയാൽ പിന്നെ അവസ്ഥ മാറി. ഫകാന്നഹു ലം യഅരിഫനാ വലം നഅരിഫുഹു. തങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല, ഞങ്ങൾക്ക് തങ്ങളെ അറിയില്ല. അവസ്ഥ മാറി. കാരണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു മുഴക്കലോടെ, വിളിക്കലോടെ പിന്നെ ഈ അവസ്ഥ എന്നൊക്കെ മാറി. നിസ്കാരത്തിലേക്ക് വിളിക്കുക. അതുകൊണ്ട് ഇനി വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ച് ജമാഅത്തിന് പോകാനായി. പിന്നെ ഞങ്ങൾ എന്തങ്ങോട്ട് സംസാരിച്ചാലും എന്തങ്ങോട്ട് പറഞ്ഞാലും അത് ശ്രദ്ധയിലുണ്ടാവില്ല. നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്ന് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ, വിഷയങ്ങൾ പറയുമ്പോൾ മാത്രമാണ് പിന്നെ അതിലേക്കൊരു ശ്രദ്ധ. കാരണം എപ്പോഴും അവരുടെ ഖൽബിലുള്ള ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മുനാജാത്തിനാണ്. ആ കാര്യങ്ങൾ വിട്ടുപോകുന്നത് നിലക്കും ചിന്തിക്കാൻ പറ്റൂല. അതേ നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോഴും മറ്റു അമലുകൾ നിർവഹിക്കുമ്പോഴും ആത്മീയമായ പരിവേഷം ഉണ്ടാക്കണം. കഴിവിന്റെ പരമാവധി കറാഹത്തുകൾ ഒഴിവാക്കണം. എല്ലാ രംഗത്തും ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയുമെന്നറിയില്ല, എന്നാലും കഴിവിന്റെ പരമാവധി. ഞാനത് എണ്ണി പറയുന്നില്ല. അതിലേറ്റവും മുൻപന്തിയിൽ ഉണ്ടാകേണ്ടതാണ് നിസ്കാരം, ഖുർആനോത്ത് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ. മഹാന്മാർക്ക് അതൊക്കെ ഒരു ആനന്ദമായിരുന്നു. നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോ മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തും സംസാരിച്ചോളൂ, ഞാനത് കേൾക്കൂല. നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ ശരിക്കും കേൾക്കും കേട്ടോ. നമ്മളാരും കുടുംബക്കാരോട് അങ്ങനെ പറയേണ്ടുള്ള നിസ്കാരം പോയി പോകും. കാരണം നമ്മക്ക് ആ രൂപത്തിലുള്ള ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മീയ ഭാവവും വന്നിട്ടില്ല. മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ബസറ പള്ളിയിൽ നിസ്കരിക്കുകയാണ്. ബസറ പള്ളിയിൽ നിസ്കരിക്കുമ്പോ പള്ളിയുടെ ഒരു ഭാഗം അങ്ങ് പൊളിഞ്ഞു വീണു. ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. പക്ഷേ ആളുകൾ പുറത്തെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഉള്ളിലാരോ നിസ്കരിക്കുന്നവരുണ്ടോ? അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആ ഉള്ളിലുണ്ട്, മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും ശബ്ദത്തിൽ ഈ ചുമര് പൊളിഞ്ഞു വീണിട്ട് ഇപ്പോഴും നിസ്കാരത്തിലാണോ? ഇപ്പോൾ നിസ്കാരത്തിലാണ്.
എന്നാ ഒന്ന് പോയി വിളിക്കണം. നിസ്കാരത്തിൽ വിളിച്ചിട്ട് കാര്യമില്ല എന്നൊന്നു. നിസ്കാരത്തിൽ പോയി വിളിച്ചിട്ട് കാര്യമില്ല. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ട് ഒക്കെ വേണമെങ്കിൽ പോയി പറയാന്നു. സലാം വീട്ടി കഴിഞ്ഞപ്പോ ആളുകളോട് ചോദിച്ചു, നിങ്ങളൊക്കെ എന്താ ഇവിടെ? എന്താ ഇവിടെ എന്ന്. ഇവിടെ ഇത്രയും ഒരു ശബ്ദം കേട്ട് ഒരു മതിലൊന്നായിട്ട് പൊളിഞ്ഞു. മതിൽ വീണോ? എവിടെ? അതാ അവിടെ. ഒരാത്മീയമായ മാനത്തിലേക്ക് അല്ലാഹു നമ്മൾ ഉയർത്തി തരട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചാൽ മതി. അത് ആ രൂപത്തിൽ തന്നെ നിർവഹിച്ചാൽ അതിന് ഭംഗിയുണ്ടാവും. അതിനെവിടെ നിങ്ങൾ നോക്കുക, ആ ആത്മീയമായ രംഗങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകണം. അതല്ലേ വിഷയം. ഇപ്പൊ വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് ഒരു ഭൗതികമായ സംസാരവും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയിലേക്ക് എത്താത്ത ഒരാളെ തെരഞ്ഞോക്കിയാൽ വലിയ പ്രയാസം കാണാനും. കാരണം മഹാന്മാരെന്താ അവിടെ പറഞ്ഞത്? വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പള്ളി വരെ ശുഗൽ എന്താ? ദിക്റ്, ഖുർആനോത്ത്, സ്വലാത്ത്. വേറൊരു പണിയില്ല. നമ്മൾ ലാസ്റ്റ് ചെരുപ്പൂര് വെക്കുന്ന അടുത്ത് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പറയട്ടോ. പിന്നെ ആ നിസ്കാരത്തിന് മുഴുവനും പിന്നെ എന്തായിട്ടുണ്ടാവും പോലെ തമ്മിലുള്ള ആ ചർച്ച, ആ തർക്കം എന്തായിട്ടുണ്ടാവും. പിന്നെ ആ പെണ്ണ് അങ്ങോട്ട് ഓടിപ്പോയത്, ഈ ആണ് ഇങ്ങോട്ട് പോയതൊക്കെ എന്തായിട്ടുണ്ടാവും. പിന്നെ തന്നെ മാലിക് യൗമിദ്ദീൻ എന്തായിട്ടുണ്ടാവും, ഇയ്യാക്കനഅബ്ദു എന്തായിട്ട്, ഇങ്ങനെ തന്നെ പിന്നെ ഈ കണക്കൂട്ടൽ ഇങ്ങനെയാണ്. പിന്നെ മുന്നിൽ ഇമാമുള്ളത് കൊണ്ട് തൽക്കാലം റക്കാത്തും തെറ്റാതെ അങ്ങനെ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ആ വക സംസാരങ്ങളൊന്നും ഇല്ലാതെ ദിക്റും കാര്യങ്ങളും ആയിട്ട് ശുഗലായി വന്ന ഒരാളാണെങ്കിൽ ആ ജുമുഅക്കൊരു മാറ്റമുണ്ട്, ആ നിസ്കാരത്തിനൊരു മാറ്റമുണ്ട്, ആ വരവിനൊരു ആത്മീയമായ ശൈലി ഏറെയുണ്ട്.